അങ്ങ് വന്നിരിക്കുകയാണല്ലേ. സോ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു. അതന്നെ, ബയോളജിയിൽ കുറെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ബോട്ടണിയും സുവോളജിയും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായതിനേക്കാൾ ഡബിൾ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതിൽ തന്നെ ബോട്ടണി നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്, പക്ഷെ എന്നാൽ പോലും സുവോളജി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുവോളജിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെ, അതായത് നിങ്ങളെ വെറുതെ വിടില്ല, അവർ ബോട്ടണി കട്ട് ചെയ്തു, സുവോളജിയിൽ ഒന്നും കട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എന്തായാലും ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സ്ഥിരമായിട്ടുള്ള സംശയമാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വാരി വെതറി കിടക്കുകയാണല്ലോ, അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെ. അപ്പൊ ഞങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞുതരാം. അതായത് ആ ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ ആ ടോപ്പിക്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത്ര ഈസി ആവും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എങ്ങനെ പഠിക്കാന്നുള്ള പ്ലാൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം അല്ലെ. അപ്പൊ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വിത്ത് സ്ട്രക്ചർ, ഓരോ പാർട്സും അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ പഠിച്ചു വെച്ചോളാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലേബൽ ചെയ്യാനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ സ്പെർമാറ്റോജെനസിസും oogenesis വിത്ത് അവരുടെ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഗ്രാഫ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഡയഗ്രാം വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അതേപോലെ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആ ഫേസസും അതേപോലെ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി പഠിച്ചു വെച്ചോളൂ, ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ ഇവന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ബീങ്സിന്റെ മാത്രമാണ്, കാരണം ബാക്കിയൊക്കെ നമ്മൾ പഠിക്കുന്നത് ജെനറ്റിക്സ് ചാപ്റ്ററിലാണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ആകെ ഒരു മാർക്കിനൊക്കെ എവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നേ ചോദിച്ചു കാണാറുള്ളൂ. പക്ഷെ ഇംപ്ലാന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ സ്ട്രക്ചർ ആണ് ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഓരോ സ്ട്രക്ചറിൽ വരുന്ന ഭാഗങ്ങളുടെ പാർട്സിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്താണ്, ഏതൊക്കെയാണ് പ്ലാസെന്റൽ ഹോർമോൺസ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി, ഇപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ മാസവും ആ കുഞ്ഞിന്റെ ഏതൊക്കെ പാർട്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ ഓർഗൻസ് ആണ് ഉണ്ടായി വരുന്നത് എന്നുള്ളത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ലാക്ടേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊളോസ്ട്രത്തിൽ നിന്ന് കഴിഞ്ഞ തവണയും ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു കൊളോസ്ട്രം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എപ്പോഴും വരാറുള്ളത് 1 മാർക്കിനും ആവാം അല്ലെങ്കിൽ 2 മാർക്കിനും ആവാം. ഓക്കെ, എന്തിനെ കൊണ്ടാണ് കൊളോസ്ട്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം പിന്നെ എപ്പോഴും ചോദിച്ചു കാണാറില്ല, ബട്ട് എങ്കിലും 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഓക്കെ, അപ്പം ഇത് പഠിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ ഈ ചാപ്റ്റർ ഇങ്ങനെ ത്രൂ ഔട്ട് പഠിച്ചു പോകുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കണം. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം എഴുതിയാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അല്ല മിസ്, ഇവർ വിചാരിക്കുന്നുണ്ട് ഇവരെന്ത് ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 1ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നല്ലേ. യെസ്, അതെന്താണ് മക്കളെ, നമുക്ക് ആദ്യത്തെ ടേമിലുള്ള ചാപ്റ്റേഴ്സും എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. അതിപ്പോ നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യം ആയിരിക്കില്ല, പക്ഷെ എങ്കിൽ പോലും എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് അങ്ങ് വിട്ട് കളയരുത്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം എന്ന് തന്നെ പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണോ, ഇനി കുറച്ച് ഇപ്പൊ ബോട്ടണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ആകെ 4 ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഫസ്റ്റ് ടേമിൽ ഒഴിവാക്കി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പൊ എന്താണ്, അവർ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഇടും, കാരണം നമുക്ക് കൃത്യം ഈക്വൽ മാർക്ക് ഈക്വൽ ആണല്ലോ ബോട്ടണിയിലും സുവോളജിയിലും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. യെസ്, അടുത്തതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ എംനിയോസെന്റസിസ് എന്താണ്, ഇതിന്റെ യൂസ് ചോദിക്കാറുണ്ട്, അതേപോലെ മിസ്യൂസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. എന്തുകൊണ്ട് എംനിയോസെന്റസിസ് ബാൻ ചെയ്തു എന്നുള്ള ക്വസ്റ്റൻ ഒക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് ഒരു 2, 3, 4 എണ്ണം പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡിലെ 3 എണ്ണം, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിത്ഡ്രോവൽ, ലാക്ടേഷൻ, ലെമിനോറി ഇമ്പോർട്ടന്റ് ആണ്. ബാരിയർ മെത്തേഡ്സിന്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എപ്പോഴും ചോദിക്കും. അത് ഫൈനൽ എക്സാമിനും ചോദിക്കും,
ക്രിസ്മസ് എക്സാമിനും ചോദിക്കും. ഏത് എക്സാമിനും ചോദിക്കുന്നതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അതിന്റെ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ സഹേലിയ പില്ലിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചോളാം. സർജിക്കൽ മെത്തേഡ് അതായത് വാസക്ടമി ട്യൂബക്ടമിയും ഇതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇതിനൊരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പിക്ചർ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പിന്നെ MTP ഒരു 2 മാർക്കിന് ചോദിച്ചാലായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, വെരി 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 ഇമ്പോർട്ടന്റ്. അതായത് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഈ ചാപ്റ്ററിലും അതേപോലെ നിങ്ങൾക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം രണ്ടിൽ നിന്നും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ എക്സാമ്പിൾസ് എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. ART അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, പല ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അതിന്റെയൊക്കെ ഫുൾ ഫോംസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ്. ജിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിക്കാനുണ്ട്. ICSI ഇതിന്റെയൊക്കെ ഫുൾ ഫോമും ഓരോന്നും എന്താണെന്നുള്ളത് കൃത്യമായി പഠിച്ചു വെച്ചോളാം. ചിലപ്പോൾ ഇങ്ങനെയാ ചോദ്യം വരിക, ഒരു 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ ARTs സ്കിപ്പ് ചെയ്യരുത്, വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. നമുക്ക് ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയാൽ മതി. അതിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഓണം എക്സാമിനും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈൻഡ്സ് ഓഫ് പോളിനേഷൻ ചോദിക്കും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പോളിനേഷൻ, ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കും. ഇപ്പം വിൻഡ് പോളിനേറ്റഡ്, വാട്ടർ പോളിനേറ്റഡ് അതൊക്കെ ഉണ്ട് അല്ലെ പഠിക്കാൻ. ഇൻസെക്ട് പോളിനേറ്റഡ് അത് ചോദിക്കും. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ അന്നും പറഞ്ഞത് മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ വോൾ ലെയേഴ്സ് അല്ലെ? വോൾ ലെയേഴ്സ് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ടപ്പീറ്റത്തിന്റെ ഒക്കെ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കും. പിന്നെ പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ, എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ചോദിക്കും. പിന്നെ എംബ്രിയോ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് ഷേപ്പ്, ഗ്ലോബുലാർ ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ പറ്റി പറയുന്നത്. അത് ജസ്റ്റ് ആ ഒരു പേരും കാര്യങ്ങളും പഠിച്ചാൽ മതി, പക്ഷെ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ദെൻ ഫൈനലി സീഡ് സ്ട്രക്ചറും ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ചോദിക്കുന്നുണ്ടായിരിക്കും. അത്യാവശ്യം കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ടോപ്പിക്സ് വെച്ച് ഇപ്പൊ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് പോളിനേഷൻ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിന് എക്സാമ്പിൾസ് പഠിക്കണം. എക്സാമ്പിൾസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എക്സാമ്പിൾസ് വെച്ചും ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് ആ രീതിയിൽ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ജെനറ്റിക്സ് 1 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇത് ശരിക്കും നമ്മൾ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം വെയിറ്റേജ് കൂടിയ വലിയ ചാപ്റ്റർ ആണ്. അപ്പം ഇത്തവണയും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഇത് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള ക്രോസ് ആണ്. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ശരിക്കും വരുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആയിരിക്കും. കാരണം ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കേട്ടോ. ആ ലോസും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇനി ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഡീവിയേഷൻസ് ഫ്രം മെന്റലിസം, അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, വെരി ഇമ്പോർട്ടന്റ്. കോ ഡോമിനൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലിയോട്രോപ്പി, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ എലീലിസം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന 2 ടോപ്പിക്കാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ സ്ഥിരമായി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് TH മോർഗൻ ഡ്രോസോഫിലനെ അല്ല എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു 4-5 പോയിന്റ്സ് ഉള്ളൂ. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ലിങ്കേജ്, എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് മനസ്സിലാക്കി വെക്കുക. അതിലൊരു എനിക്ക് തോന്നുന്നു ആൽഫ്രഡ് സ്റ്റേർട്ട്മെന്റിന്റെ ഒരു ചെറിയൊരു 1 or 2 മാർക്കിനുള്ള ഒരു ചെറിയ സാധനം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അത് 1-2 തവണ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ വെച്ചിട്ടൊക്കെ ആൽഫ്രഡ് സ്റ്റേർട്ട്മെന്റിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ മെന്റേലിയൻ ഡിസോർഡേഴ്സിൽ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ, ഇത് 3 ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. പെഡിഗ്രി അനാലിസിസ് എന്താണ് എന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് സിമ്പിൾസ് പഠിക്കുക. സിമ്പിൾസ് എപ്പോഴും ചോദിക്കുക. അത് നിങ്ങൾക്ക് സിമ്പിൾസ് തന്നിട്ട് ഇത് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്രിസ്മസിനും ഫൈനലിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ആ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്നും കൂടി ആ ഒരു ഭാഗം ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഡൗൺ സിൻഡ്രോം,
ടേണേഴ്സ്, ക്ലൈൻഫെൽട്ടേഴ്സ്, അത് 3 പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളൂ. പക്ഷെ എന്തായാലും അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1, 2, 3 മാർക്കൊക്കെ കിട്ടും. അപ്പൊ ആ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തത് എന്താ പറയാ, നമ്മൾ പറയുന്നത് ബഡാന്നൊക്കെ പറയില്ലേ, വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിങ്ങനെ വെറുതെ വലുതാക്കി കൊടുത്തതല്ല. എനിക്ക് തോന്നുന്നു ഇവർ ഇനി മുമ്പിലേക്ക് പോകുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഈ മോളിക്കുലർ ബേസിസും അതുപോലെ നമ്മുടെ ജനറ്റിക്സ് രണ്ടാണെങ്കിലും. അപ്പൊ അത്രയും വലുതാക്കി നിങ്ങൾക്ക് കൊടുക്കാൻ കാരണം അത്രയേറെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മിസ്? അതായത് DNA സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ന്യൂക്ലിയോസോം മോഡൽ പഠിച്ചു വെച്ചോളാം. സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്ട്രക്ചറിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ എക്സ്പെരിമെന്റ്സ് ഇൻ സെർച്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതിൽ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് DNA ജനറ്റിക് മെറ്റീരിയൽ ആയത്, RNA എന്തുകൊണ്ടായില്ല, അത് 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. DNA റെപ്ലിക്കേഷൻ, DNA ട്രാൻസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ, 3 പ്രോസസ്സുകളും പഠിച്ചു വെച്ചോളുക. ഏതും അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അത് 3ഉം പക്കയാണ്, നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം എക്സാമിന് മുമ്പ്. tRNAയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിൽ ക്യാപ്പിംഗ്, ടൈലിംഗ്, സ്പ്ലൈസിംഗ്, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആ സ്ട്രക്ചറും വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ക്യാപ്പിംഗ്, എന്താണ് ടൈലിംഗ്, സ്പ്ലൈസിംഗ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ജനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചേഴ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ആ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ലാക്ക് ഓപ്രോൺ വിത്ത് സ്ട്രക്ചർ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്ടിന്റെ ഒബ്ജക്റ്റീവ്സ്, സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ DNA ഫിംഗർ പ്രിന്റിന്റെ സ്റ്റെപ്സ് മാത്രമേ ചോദിക്കുള്ളൂ. സ്റ്റെപ്സ് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. സോ ഇതിൽ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അടുത്തത് എവല്യൂഷൻ ആണ്. സിമ്പിൾ ചാപ്റ്റർ. അപ്പം ബിഗ് ബാങ് തിയറി, അതായത് യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായ അതിന്റെ തിയറി, അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒപ്പാരൻ ഹാൾഡെയിൻ തിയറി, അത് ജസ്റ്റ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് യുറേ മില്ലറിന്റെ എക്സ്പെരിമെന്റ് ആണ്. അത് ഒരു ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. എവിഡൻസുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതും ചോദിക്കാറുണ്ട്. ഹോമോലോഗസ്, അനലോഗസ് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം മോർഫോളജി ആൻഡ് അനാട്ടമിയിലാണ് നമ്മൾ ഹോമോലോഗസ്, അനലോഗസ് പഠിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് ചോദിക്കും. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടൈപ്പ് എവല്യൂഷൻ ആണ്, എന്താണ് ഹോമോലോഗസ്, അനലോഗസ്. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ അത് നോക്കി വെക്കുക. ഇൻഡസ്ട്രിയൽ മെലാനിസം, പിന്നെ ആന്ത്രോപോജനിക് ആക്ഷനിൽ ഇൻഡസ്ട്രിയൽ മെലാനിസം ഇമ്പോർട്ടന്റ് ആണ്. ബയോജോഗ്രഫിക്കൽ എവിഡൻസിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ വിത്ത് എക്സാമ്പിൾസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയവും അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ഇതൊരു സ്ഥിരം ചോദ്യം. ഇത്തവണ നിങ്ങൾ എഴുതി വെച്ചോ, ചോദ്യം വന്നിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഇല്ല. ഹാർഡി വെയിൻബർഗ് ചോദിക്കാത്ത ഒരു വെസ്റ്റ് പേപ്പർ ഇല്ല. ഏതൊക്കെ ഒഴിവാക്കി കളഞ്ഞാലും ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. എല്ലാ കൊല്ലവും എല്ലാ എക്സാമിനും അവിടെ ഉണ്ടായിരിക്കും ആ ഒരു ചോദ്യം. അതിലൊരു ഇക്വേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഇക്വേഷനും വെച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ നിങ്ങൾക്ക് ആ 3 ഗ്രാഫ് ഇല്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഹ്യൂമൻ എവല്യൂഷൻ ഫ്ലോ ചാർട്ട് ഒന്നുമില്ല, മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. അതായത് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ഉണ്ടല്ലോ ഹ്യൂമൻ എവല്യൂഷന്, ഡ്രയോപിത്തിക്കസ്, റാമോപിത്തിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഫ്ലോ ചാർട്ട് ആണ് നിങ്ങളോട് എഴുതാനായിട്ട് ചോദിക്കാറുള്ളത്. ഒരു ഫ്ലോ ചാർട്ട് കൂടി പഠിക്കണം. അതായത് നമ്മുടെ ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിയിൽ പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഓവർ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു ഇവര് 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നത്. യെസ്, അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ടും ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുറെ പേരെ പേര് പഠിക്കാനുണ്ട്. തിയറി പേര്, ഇപ്പൊ ലമാർക്ക്, എന്താ പറയാ, ലമാർക്കിന്റെ തിയറി, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറി, ആ ആൾക്കാരുടെ പേരും ആ തിയറിയുടെ പേരും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത്രയല്ലോ ഈ ചാപ്റ്ററിൽ. സിമ്പിൾ ആണ്. ആ ചാപ്റ്റർ കഴിഞ്ഞു. സുവോളജി തീരുന്നില്ലല്ലോ, ഇതിനൊരു അവസാനം. അടുത്തതാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ കുറെ ഡിസീസസ് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഡിസീസ് ഏതാണ്, പാത്തജൻ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്, സിംറ്റംസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചോളാം. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അതിന്റെ ബാരിയേഴ്സ്, അതൊരു സ്ഥിരം ചോദ്യമാണ്. എക്വയർഡ് ഇമ്മ്യൂണിറ്റി, ആന്റിബോഡിയുടെ സ്ട്രക്ചർ, ഇതൊരു സ്ഥിരം ചോദ്യമാണ്. പിന്നെ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് വാക്സിനേഷൻ. പിന്നെ എയ്ഡ്സ്. അപ്പൊ എയ്ഡ്സ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിവെൻഷൻ, എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ക്യാൻസറിന്റെ കോസസും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ചോദിക്കും. പല ടൈപ്പ് ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഡ്രഗ്സ് ഏതാണ്, അത് ഏത് പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിന്റെ ആക്ഷൻ എങ്ങനെ ഹ്യൂമൻ ബോഡിനെ എഫക്ട് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്, അതും കൃത്യമായിട്ട് പഠിച്ചോളൂ. അതൊരു
ജനറൽ നോളേജ് പോലെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. യെസ്, അപ്പം ഇത്രയുമാണ് നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എപ്പോഴും ഒരു സംശയപരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിൽ പഠിക്കാതെ പോകാനും പറ്റില്ല. എന്തായാലും ഇത് കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആയിരിക്കും എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. യെസ്, ഓക്കെ. അപ്പൊ ഇതില് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, കേർഡ്, ചീസ്, ബ്രെഡ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സും ചോദിക്കാറുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. അതിൽ വരുന്നതാണ് ബിവറേജസും, പിന്നെ അതുപോലെ ആന്റിബയോട്ടിക്സ്, ആസിഡ്സ്, എൻസൈംസ്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സീവേജ് ട്രീറ്റ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ ഏത് മൈക്രോബ് ആണ് എന്നും ചോദിക്കാറുണ്ട്. പിന്നെ ബയോ കൺട്രോൾ ഏജൻസ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മൈക്രോബിന്റെ പേരാണ്. മൈക്രോബിന്റെ പേര്, ആ മൈക്രോബിന്റെ യൂസ്, ഇതാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പം വലിയ മാർക്കിനല്ല ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരാറുള്ളത്. അധികവും 1 വേർഡ്. ഇതാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 1 വേർഡുകളാണല്ലോ. മൈക്രോബിന്റെ പേര് തെറ്റിയ മാർക്ക് പോകും അല്ലെ? 1 മാർക്കിന്റെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ആ ഒരു ഒറ്റ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് തരാ എന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിലാണ് ബീവറേജും ആന്റിബയോട്ടിക്സും വരുന്നത്. അത് താഴേക്ക് ഇറങ്ങിപ്പോയതാണ്. പിന്നെ ആസിഡ്സ്, എൻസൈംസ്, ബയോആക്റ്റീവ് മോളിക്യൂൾസിൽ വരുന്ന മൈക്രോബ്സും പഠിച്ചു വെച്ചോളാം. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലേക്ക് പോവാം. അപ്പൊ അതിൽ കാര്യമായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PCR, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എപ്പോഴും ചോദിക്കും. അതിന്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ചു. എനിക്ക് തോന്നുന്നു സുവോളജിയിൽ നമ്മൾ ജെനറ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ മോളിക്യൂളർ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെയാണ് നമുക്ക് ബയോടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസ് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഏത് ഈ പറഞ്ഞ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ അതിൽ ഓരോന്നും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ ആ ഒരു എന്താ പറയുക ബാൻഡുകളുടെ സൈസ് ഡിഫറെന്റ് ആയതുകൊണ്ട് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ, യെസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. ആൻഡ് എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാറുണ്ട്. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ്? ഒരു സ്ഥിരം ചോദ്യമാണ്. യെസ്, അത് ചോദിക്കാറുണ്ട്. RDNA ടെക്നോളജിയുടെ അല്ലെ റിക്കോംബിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകളും ചോദിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്ക് സെൽസിനെ കോമ്പറ്റന്റ് ആക്കാൻ പറ്റുക, ഇതുവരെയാണ് നിങ്ങൾക്ക് ശരിക്കും ഏതിലുണ്ടായിരുന്നത്? കഴിഞ്ഞ കോമ്പറ്റന്റ് DNA ഇതുവരെ ആയിരുന്നു ഏതുണ്ടായിരുന്നത് നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഏലിയൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഡൗൺ സ്ട്രീം പ്രോസസിംഗ് അത് ചോദിക്കാറുണ്ട്. ഡൗൺ സ്ട്രീം പ്രോസസിംഗും എപ്പോഴും എക്സാമിന് ബയോറിയാക്ടറിന്റെ ഒരു ഡയഗ്രാം ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് ചോദിക്കാം. അപ്പൊ ആ ഭാഗവും കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ക്ലോണിംഗ് വെക്ടറിന്റെ ഫീച്ചേഴ്സ്, അത് ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പോയിന്റ്സ് പഠിച്ചിരുന്നു. അപ്പൊ അതും ചോദിക്കും. അതും ഇത്തവണ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ഒരുവിധം ചാപ്റ്റർ ഫുൾ കവർ ചെയ്യുന്ന തന്നെയാണ് പോയിന്റ്സ് ഉള്ളത്. പക്ഷെ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു ബോട്ടണി പ്രത്യേകിച്ചും 4 ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ 4 ചാപ്റ്ററിന് ഇപ്പൊ 30 മാർക്ക് തികയ്ക്കാൻ എന്തായാലും ചോദിച്ചല്ലേ പറ്റുള്ളൂ. മാക്സിമം ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. യെസ്, അപ്പൊ അതുകൊണ്ട് എന്ത് വന്നാലും ചാപ്റ്റർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ച് സമയം മതി. പക്ഷെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് പഠിച്ച ഏത് ഭാഗത്തുനിന്നും വരാം. അതാണ് അതിന്റെ ഒരു സംഭവം. യെസ്, ഇനി അടുത്തൊരു ചാപ്റ്റർ നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിക്കും. പിന്നെ ഇൻസുലിൻ, യെസ്, ഇൻസുലിന്റെ പ്രൊഡക്ഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജനിക് ആനിമലുകളുടെ യൂസ് എന്താണ്, ആനിമൽസിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ജീൻ തെറാപ്പി, യെസ്, ജീൻ തെറാപ്പിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിലൊന്നും അങ്ങനെ ഒഴിവാക്കി കളയാനായിട്ടുള്ള ടോപ്പിക്കുകൾ ഇല്ല. ഇതൊരു ചെറിയ ചാപ്റ്റർ, ഇതിൽ എന്താ അല്ലെങ്കിൽ ചെറുതേ ഉള്ളൂ. അപ്പൊ അതെന്തായാലും ഒന്നും നമുക്ക് ഒഴിവാക്കില്ല. BT കോട്ടൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ്, എലൈസ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ BT ടോക്സിന്റെ എങ്ങനെയാണ് BT ടോക്സിൻ ഇൻസെക്റ്റിൽ ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്കത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ RNA ഇന്റർഫെറൻസും ആൻഡ് എന്താണ് ടിഷ്യൂ കൾച്ചർ. ഇത്രയും ടോപ്പിക്സ് ആണ് ഏതിൽ ഉണ്ടായിരിക്കുക നമുക്ക് ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷനിൽ. ഒരുവിധം ചാപ്റ്റർ മുഴുവൻ ഉണ്ട്. 2 ചാപ്റ്റർ ബയോടെക്നോളജി 2 എടുത്താലും അതെ ചാപ്റ്ററിൽ ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ബയോടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബയോളജിയിൽ പറയുന്ന ഒരു ഫീൽഡാണ് അല്ലേ. പ്രത്യേകിച്ച് ഇനി എനിക്ക് തോന്നുന്നു ഇനിയുള്ള സമയങ്ങളിലൊക്കെ ബയോടെക്നോളജിക്ക് ഭയങ്കര സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് എന്താണ്
വേറെ രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റും. പുതിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഒരേ പാറ്റേൺ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് അങ്ങനെ തന്നെ ഇനിയും പോകും നിർബന്ധം പറയാൻ പറ്റില്ല. ഇതിലിങ്ങനെ വേറെ രീതിയിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ ബോട്ടണി എന്തായാലും 4 ചാപ്റ്ററേ ഉള്ള 4 ചാപ്റ്ററിൽ നിങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം പഠിക്കാനായിട്ട്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് ഇതിൽ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ടുകൾ ചോദിക്കും. ആൻഡ് ഇതിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് പിരമിഡ്. ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഏജ് പിരമിഡ് എന്ന് എപ്പോഴും ചോദിക്കാൻ. ഏജ് പിരമിഡ് പിക്ചർ തരും. കഴിഞ്ഞ തവണത്തെ ഫൈനൽ എക്സാമിനോ മോഡൽ എക്സാമിനോ ഏതോ ഒന്നിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ 3 എണ്ണം അല്ലെ എക്സ്പാൻഡിങ് ആണോ ഡിക്ലൈനിങ് ആണോ സ്റ്റേബിൾ ആണോ ആ 3 എണ്ണവും നോക്കുക. ആ 3 എണ്ണം ഏജ് പിരമിഡുകൾ പഠിച്ചു വെക്കുക. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ 2 ഗ്രോത്ത് ലോജിസ്റ്റിക് ഉണ്ട് എക്സ്പോണൻഷ്യൽ ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും ഗ്രാഫുകൾ പഠിക്കണം. കാരണം ഗ്രാഫ് തന്നിട്ട് ചോദിക്കും ഇത് ഏത് ഗ്രോത്ത് ആണ്. ചിലപ്പോൾ ഗ്രാഫ് മാത്രമേ തരൂ. പിന്നെ അതിനെ പറ്റിയുള്ള അതിന്റെ ഇക്വേഷൻ എന്താണ്, അത് എങ്ങനത്തെ ഗ്രോത്ത് ആണ്, അങ്ങനെ അതിന്റെ വേറെ പേരെന്താണ്, ആ കർവിന്റെ പേരെന്താണ്, അത് ചോദിക്കും. ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കർവ്സ് ഒന്ന് എസ് ഷേപ്ഡ് കർവും ഒന്ന് എന്താണ് ഈ പറയുന്ന പോലെ ജെ ഷേപ്ഡ് ആയിട്ടുള്ള കർവും ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ക്രിസ്മസിനും ഉണ്ടാവില്ല. എട്ടില് പഠിക്കുന്ന ടോപ്പിക് അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എക്സാമ്പിളൊക്കെ തന്നെ കുറച്ചും കൂടി പാരഗ്രാഫ് ഒക്കെ കൂട്ടി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മക്കളെ ഉറപ്പിച്ചോ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അത് 1 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇപ്പൊ വെറുതെ 2 ഓർഗാനിസത്തിന് തന്നിട്ട് ഇത് എത്തരത്തിൽ ഇപ്പൊ ഡിയറും ലൈനും തന്നിട്ട് ഇത് ഏതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അത്ര ഈ സൈഡിൽ ചോദിക്കില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, തെറ്റിക്കാനും ചാൻസ് ഉണ്ട് കുട്ടികളെ. അങ്ങനെ അത് തരാറുണ്ട്. ഈ പ്ലസ് മൈനസ് അല്ലെങ്കിൽ +0 തന്നിട്ട് ഇത് ഏതാണെന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഒരെണ്ണം മാത്രമായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ഇന്ററാക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമായിട്ട് ചോദിക്കും. ഇപ്പൊ പാരസൈറ്റിസം ആണെങ്കിൽ എന്തൊക്കെയാണ് പാരസൈറ്റിന് വേണ്ട ഫീച്ചേഴ്സ്. അപ്പൊ എന്തും ചോദിക്കാം. പക്ഷെ ചോദിച്ചിരിക്കും. അത് ഞാൻ പറയുന്നത് 101% ഉറപ്പ് ചോദിച്ചിരിക്കും. അപ്പൊ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എല്ലാം പഠിക്കുക. നമുക്ക് പഠിക്കാനുള്ള 6 കൃത്യമായിട്ട് പഠിക്കുക. അല്ല അമൻസാലിസം അങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കാറില്ല. ബാക്കി എല്ലാം തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഏജ് പിരമിഡ്, ഈ കാര്യങ്ങളും കൂടി കഴിഞ്ഞ് അതിന്റെ മുമ്പുള്ള ഭാഗങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്നതിൽ കാര്യമായിട്ട് ഈ ഭാഗങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോ ഇതോടെ കഴിഞ്ഞു മതി. കുട്ടികൾ വിചാരിക്കുന്നുണ്ട് അയ്യോ വേർത്ത് എല്ലാം ഇമ്പോർട്ടന്റ് പറയുന്നുണ്ടെന്ന്. യെസ്. അപ്പൊ എന്തായാലും ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം പഠിക്കാനുണ്ട്. അതെ, ഓക്കെ, പഠിക്കാനുണ്ട്. കുറച്ചൊന്നും അല്ല പഠിക്കാനുള്ളത്, കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ കുറെ പേരൊക്കെ പഠിച്ച് ഏകദേശം കഴിയാനായവരുണ്ടാവും, ഒരു പകുതിയോളം എത്തിയവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് റിവൈസ് ചെയ്യാ പറ്റുന്നിടത്തോളം റിവൈസ് ചെയ്യാം. ഇപ്പൊ ഓണപരീക്ഷയ്ക്ക് നിങ്ങളിൽ പലരും നന്നായിട്ട് പഠിച്ച മക്കൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതാണ്. ആ ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ചില ആൾക്കാർ ഇത്രയും ചാപ്റ്റേഴ്സ് ആദ്യമായിട്ട് പഠിക്കാനിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇതുപോലെ കുറച്ച് പേരൊക്കെ നമ്മളിപ്പോ വീഡിയോയിൽ ഇടുന്നതിന് മുമ്പ് ചിലപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പലരും വിചാരിച്ചോ ഇതൊന്നും ക്വസ്റ്റ്യൻ വരണ്ടാവില്ല എന്ന് വിചാരിച്ചവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതൊന്നും ചോദിക്കൽ വരാറുണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്നും സ്കിപ്പ് ചെയ്ത് കളയാതിരിക്കുക. സമയം ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം. ചില കുട്ടികളുണ്ടല്ലോ ഈ അനാവശ്യമായ ടോപ്പിക്കുകളിൽ കുറെ സമയം അയ്യോ ഇത് കാരണം അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ മനസ്സ് സമ്മതിക്കൂല. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ടോപ്പിക്കുകൾ എഴുതി ആ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഒക്കെ ഇട്ട് അത് മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്താൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മാക്സിമം ചോദ്യങ്ങൾ ചെയ്താലേ എക്സാം എഴുതാൻ ധൈര്യം കിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ ഫോണിൽ ഒരു ക്ലിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഏതൊക്കെ രീതിയിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതുപോലെയുള്ള കുറെ വീഡിയോസ്, അതായത് എക്സാം ബേസ്ഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തുരുതുരാന്ന് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ ആക്റ്റീവ് ആയിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എപ്പോഴും ആ വീഡിയോസ് വരുമ്പോ ഇനി നമുക്ക് അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് കണ്ടിട്ട് കാര്യമില്ല, എക്സാമിന് തന്നെ കാണണ്ടേ. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ആക്കിയിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ലൈവിലേക്ക് വരിക. നമ്മൾ അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈവിലേക്ക് വരിക. ഒറ്റയ്ക്ക് വന്നാൽ പോരാ, ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവിൽ കാണാം. നമ്മൾ ലൈവിലും കാണും, വീഡിയോയിലും എല്ലാത്തിലും കണ്ടുകൊണ്ടേ. അപ്പൊ ഇനി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ.